നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജൂൺ 4-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന BJP സർക്കാരിന്റെ അന്ത്യമായിരിക്കുമെന്ന മമതാ ബാനർജിയുടെ പരാമർശത്തിന് രസകരമായ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മമതാ ബാനർജി പറഞ്ഞത് ഞാൻ എതിർക്കുന്നില്ലെന്നും അത് ഭരണഘടനാപരമായ ഒരു കാര്യമാണെന്നും വ്യക്തമാക്കി മോദി. അതിൽ തനിക്ക് ഒന്നും ചെയ്യാനാവില്ലെന്നും തുറന്നു പറഞ്ഞു. ജൂൺ 4-ന് ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കും. അതിൽ എതിരഭിപ്രായം ഒന്നുമില്ല. എന്നാൽ അതോടുകൂടി അടുത്ത മോദി മന്ത്രിസഭ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. അവർ സത്യമാണ് പറയുന്നത്. ഈ സർക്കാർ ജൂൺ 4-ന് അവസാനിക്കണം. അപ്പോൾ പുതിയ സർക്കാർ രൂപീകരിക്കണം, അല്ലെ? NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞു. സർക്കാരിന്റെ കാലാവധി അവസാനിക്കേണ്ടത് ഭരണഘടനാപരമാണ്. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ രൂപീകരിക്കണം. ഞങ്ങൾ അത് രൂപീകരിക്കുകയും ചെയ്യും, മോദി കൂട്ടിച്ചേർത്തു. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി ഈ വരുന്ന ജൂൺ 4-നാണ് വരാൻ പോകുന്നത്. ഇത്തവണ 400 സീറ്റ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തുടങ്ങിയത്. മുൻകാലങ്ങളിൽ പുറകിൽ നിന്നിരുന്ന പല സംസ്ഥാനങ്ങളെയും ഇത്തവണ BJP വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ പ്രധാനമായിരിക്കുന്നത് മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാളാണ്. ഒന്നിനു പുറകെ ഒന്നായി തിരച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മമത. BJPയുടെ മുന്നേറ്റത്തിൽ അടിപതറിയ അവസ്ഥയിലാണ് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതിനാൽ തന്നെ പ്രധാനമന്ത്രി മോദിക്കും BJPക്കും എതിരെ രൂക്ഷ വിമർശനമാണ് അവർ നടത്തുന്നത്. NDTVയുമായുള്ള അഭിമുഖത്തിൽ താങ്കൾക്ക് മമതാ ബാനർജി ഒരു എക്സ്പയറി ഡേറ്റ് നൽകിയിട്ടുണ്ടല്ലോ എന്ന മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോഴാണ് എന്നെ അവർക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞത്. ഞാൻ കാശിയിൽ നിന്നുള്ള ആളാണ്. എന്നെ നശിപ്പിക്കാൻ അവർക്കാകില്ല, മോദി പറഞ്ഞു. അതേസമയം ഞാൻ പ്രതിപക്ഷത്തെ ശത്രുക്കളായി കണക്കാക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞു. അവർ 60-70 വർഷം ഈ രാജ്യം ഭരിച്ചവരാണ്. ഞാൻ എല്ലാവരെയും കൂട്ടി നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരിൽ പരിചയസമ്പന്നരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് രാജ്യ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും നിർദ്ദേശം നൽകുവാനുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അത് കേൾക്കും. എനിക്കതിന് മടിയില്ല. പ്രതിപക്ഷത്തെ പരിചയസമ്പന്നരായ നേതാക്കളിൽ നിന്നും ക്രിയാത്മകമായ വിമർശനങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രാകൃതമായ മനോഭാവം നന്നല്ല. 18-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളുമായി 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാവില്ല, മോദി പറഞ്ഞു. പ്രവർത്തനത്തിലൂടെയും പരിവർത്തനത്തിലൂടെയും ഈ രാജ്യത്തെ മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മോദി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.